അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരൻ ഒരു പാർട്ടിയുമായും മുന്നണിയുമായും ധാരണ ഉണ്ടാക്കിയിട്ടില്ല. പിന്തുണ പ്രഖ്യാപിച്ചാൽ അപ്പോൾ പരിശോധിച്ച് തീരുമാനിക്കും. കോൺഗ്രസ് പിന്തുണയിലാണ് മത്സരമെന്ന വാർത്ത നിഷേധിച്ചെങ്കിലും ബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസുമായി ചേർന്നല്ലേ CPM മത്സരിക്കുന്നതെന്നും ജി സുധാകരൻ ചോദിക്കുന്നു. പാർട്ടിക്ക് എതിരല്ല തന്റെ മത്സരമെന്ന് അവകാശപ്പെട്ട സുധാകരൻ ഇതുവരെ മത്സരിച്ച ആശയം ഉയർത്തിയാവും മത്സരമെന്നും വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ല. എല്ലാത്തരം അഴിമതിക്ക് എതിരെയും എല്ലാ പാർട്ടികളിലെയും പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കുമെതിരെയാണ് പോരാട്ടമെന്നും ജി സുധാകരൻ പ്രഖ്യാപിച്ചു. മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ CPM മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറാക്കില്ല എന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ ഒഴിവായി. 2-3 ആഴ്ച പുതുക്കി പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ബുദ്ധിപൂർവ്വമുള്ള ഇടപെടലായിരുന്നു ജി സുധാകരൻ്റേത്. അദ്ദേഹം പാർട്ടി നേതൃത്വത്തെയോ അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങളെയോ അദ്ദേഹം ആക്രമിക്കാനായി പോയില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം അദ്ദേഹം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കുകയും ചെയ്തില്ല. അതേസമയം ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ക്രിമിനലിസം നടക്കുന്നു. ആ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒരു പാർട്ടിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല, ഒരു മുന്നണിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല. ക്ലിയറായ കാര്യമാണ്. വ്യക്തിഹത്യ ആരെയും ഞാൻ നടത്തിയിട്ടില്ല, ഇത് നടത്താൻ ഉദ്ദേശിക്കില്ല. എന്നെ നടത്തുന്നു. എൻ്റെ അച്ഛനും വരെ വിളിക്കണം, അത് ചെയ്യാൻ പറഞ്ഞു. അടുത്ത കാലത്ത് എൻ്റെ പേര് വരെ സുധാകുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരുടെ പേര് സുധാകുരൻ. ഒരു ഉപരി കമ്മിറ്റിയോ ഒരു ജില്ലാ കമ്മിറ്റിയോ ഒരു ഏരിയ കമ്മിറ്റിയോ ആരും അതിൽ എടുക്കുന്നില്ല. ഒന്നും ശ്രദ്ധിക്കുന്നില്ലയോ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് ജില്ലാ കമ്മിറ്റിയോടാണ്. ക്ഷേത്രത്തൊന്നും കയറ്റാൻ പറ്റിയ ആളല്ല. അയാളുടെ ഭക്ഷണ രീതി അത് പറ്റിയതല്ല. അതാ ഞാൻ പറയുന്നത്. ഇതെവിടെ നടക്കുന്നത്? പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടത്തുക, അവരെ ആയുധമാക്കി വ്യക്തിഹത്യ നടത്തുക. അത് ഇന്നാലൊന്നുമില്ല. പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെയും നടത്തുന്നതുകൊണ്ടാണ് എൻ്റെ അച്ഛനെ വിളിച്ചത്. ജി സുധാകരൻ വർഗ്ഗവഞ്ചകനാണെന്നും അദ്ദേഹം വർഗ്ഗവഞ്ചകനാണെന്നും വർഗ്ഗവഞ്ചകർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി ഷ്യാംജിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ സൈബർ ഇടങ്ങളിലടക്കം ഒപ്പം തന്നെ പൊതുജനങ്ങളിലേക്ക് അടക്കം പ്രചാരണം നടത്തിക്കൊണ്ട് മറ്റൊരു തരത്തിൽ ജി സുധാകരനെ കൈകാര്യം ചെയ്യുക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകളെ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് ജി സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാഠങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന പരസ്യ പ്രഖ്യാപനം നടത്തി ജി സുധാകരൻ വെല്ലുവിളിച്ചതോടെ പ്രതിരോധ നീക്കങ്ങളും CPM ശക്തമാക്കി. ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും നാളെ തന്നെ രാവിലെ യോഗം ചേരണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പരമാവധി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാവണമെന്നും നിർദ്ദേശം പോയി കഴിഞ്ഞു. ജി സുധാകരനെ പോലെ ദീർഘകാലം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ബോധിച്ചു പോന്നിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ളവരുടെ എല്ലാം നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. എന്തായാലും പാർട്ടിയുടെ മീറ്റിംഗ് യോഗം ചേരുന്നുണ്ട് നാളെ. അപ്പം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പാർട്ടി എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും ഇങ്ങനൊരു അവയവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്നത്, ഞങ്ങളെല്ലാം ദുഃഖിപ്പിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പാർട്ടി ഒരു വലിയ സ്വയംവിമർശനം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയെല്ലാം ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഇതിൻ്റെ ഒരു തെളിവാണ്. അദ്ദേഹം ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹം അതിൽ പിന്മാറും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ചിന്തിക്കുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടല്ലോ. ആ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്.
ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ജി സുധാകരനെ പ്രതിരോധിക്കേണ്ടത് CPM-ന് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് സാഹചര്യം നിൽക്കുന്നത്. എന്താണ് CPM-ന്റെ പ്രതിരോധ തന്ത്രം? പോസ്റ്റർ അടക്കം ജി സുധാകരനെതിരെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. സജിത്ത്, അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് അവരുടെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധത്തെ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും അങ്ങനെയല്ല. അത് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സുധാകരന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ ആ ഒരു പ്രതിരോധത്തിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ ജില്ലാ കമ്മിറ്റി അംഗം ഓമനക്കുട്ടന്റെയും ഒപ്പം തന്നെ ഏരിയ സെക്രട്ടറി ഷാംജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ വർഗവഞ്ചകൻ വോട്ടില്ല എന്നുള്ള രീതിയിൽ സുധാകരനെതിരെ പോസ്റ്റർ പതിപ്പിച്ചത്. അതിനുശേഷം ആ പ്രിന്റ് ചെയ്ത് വെച്ച പോസ്റ്റർ അതേപോലെ തന്നെ ജി സുധാകരന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കോമ്പൗണ്ട് വാളിലും പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നവമാധ്യമങ്ങളിലൂടെ കടുത്ത പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വർഗവഞ്ചകനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് CPM-ന്റെ ജനറൽ ബോഡികൾ കൂടുന്നുണ്ട്. വൈകിട്ട് LC യോഗങ്ങൾ കൂടാനുള്ള അറിയിപ്പും ലഭ്യമായിട്ടുണ്ട്. അതിനോടൊപ്പം നാളെ ഏരിയ കമ്മിറ്റികൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇന്ന് വൈകിട്ട് പാർട്ടി ഓഫീസിൽ എത്തണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജി സുധാകർ എന്ന് പറയുന്നത് ആലപ്പുഴയിലെ CPM-ന്റെ പ്രധാനപ്പെട്ട മുഖമാണ്. പാർട്ടിക്കകത്ത് നേതൃത്വവുമായുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ഒരു വിഭാഗം ജനങ്ങൾ ഈ നേതൃസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ആളുകളായി ഈ പാർട്ടിക്കകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ തന്നെയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും പ്രത്യേകിച്ച് പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം മറ്റ് ഇടങ്ങളിലേക്കും മറ്റ് മണ്ഡലങ്ങളിലേക്കുമൊക്കെ ഇത് വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ റിപ്പോർട്ടിങ്ങുകൾ നടത്തി കീഴ്ഘടകങ്ങളിലേക്ക് അത് അറിയിക്കുക എന്നുള്ള ഒരു നിലപാടാണ്. എങ്ങനെ ഈ ഘട്ടത്തിൽ പ്രതിരോധിക്കണം എന്നത് ഉൾപ്പെടെയുള്ള തന്ത്രപരമായ നീക്കമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ജി സുധാകരൻ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ വീടുകൾ കയറുക അങ്ങനെയല്ല, ഒരു വലിയ ക്യാമ്പയിൻ, മാസ് ക്യാമ്പയിനിലേക്കൊന്നും പോകാതെ വളരെ സൈലന്റായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ജി സുധാകരൻ എന്ന പാർലമെന്റേറിയനെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ആ അറിവ് തന്നെയാണ് ഈ CPM-ന് വിനയായി വരാനായി പോകുന്നത്. കാരണം അദ്ദേഹം എത്രമാത്രം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ഇനി ക്യാമ്പയിനിലേക്ക് പോകുന്നത് തന്നെ വികസന കാര്യങ്ങൾ മുൻനിർത്തി നിരത്തിയായിരിക്കും മുന്നിട്ടിറങ്ങുക. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ CPM ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ പോവുകയാണെങ്കിൽ അത് അവർക്ക് അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് പൊളിറ്റിക്കലായ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷരായ ഒരു വിഭാഗം വോട്ടർമാർ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം CPM-നകത്തുള്ള ചില ഇന്റേണൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മധ്യ കേരളത്തിൽ കേന്ദ്രീകരിച്ച് ഒരു വിഭാഗം മാത്രമാണ് പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്നത്. താഴത്തേക്കുള്ള അണികൾ കുറേ ആളുകൾ തന്നെ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം CS സുജാതയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴയിൽ CPM-ന്റെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്തു. ആ മണ്ഡലം കമ്മിറ്റിയിൽ ആളുകൾ പങ്കാളിത്തം കുറവുണ്ടായത് CS സുജാത അടക്കമുള്ള ആളുകൾ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ക്രൈസിസിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു പങ്കാളിത്തമില്ലായ്മ ശ്രദ്ധയിൽപ്പെടുകയും ഓരോ അംഗങ്ങളെയും വിളിച്ച് H.S. സ്ഥാനാർത്ഥത്തെക്കുറിച്ചും ഒപ്പം തന്നെ സാഹചര്യത്തെക്കുറിച്ചും CS സുജാതയൊക്കെ വിവരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് CPM-നെ സംബന്ധിച്ച് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് ആന്തരികമായ ചില മാറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്ന ഒരാളാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ അവർക്കത് ഈ വിഷയത്തെ അത്ര ലളിതമായി കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിരോധത്തിലേക്ക് CPM പോകും. ശരി, അതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.